ഇന്നത്തെ പത്രങ്ങളിൽ മാതൃഭൂമി ഒരു അഭിപ്രായ സർവേ നടത്തിയിട്ടുണ്ട്. അതാണ് വളരെ കൗതുകകരമായ ഒരു സർവേയാണ്. മാതൃഭൂമി പത്രത്തിന്റെ ഏറ്റവും ടോപ്പ് ബാറായിട്ട് ആ സർവേയുടെ ഒരു പ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: മാതൃഭൂമി കോർ അഭിപ്രായ സർവേ ഇഞ്ചോടിഞ്ച് എന്നാണ് പറയുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കേരളത്തിന്റെ ഇപ്പോഴത്തെ മനസ്സറിയാൻ മാതൃഭൂമിയും കോർ എന്ന് പറഞ്ഞാൽ സിറ്റിസൺസ് ഒപ്പീനിയൻ റിസർച്ച് ആൻഡ് ഇവാലുവേഷൻ, അതാണ് കോർ. അവർ ചേർന്ന് നടത്തിയ അഭിപ്രായ സർവേയിൽ ആദ്യഘട്ടമായി 35 മണ്ഡലങ്ങളിലെ ഫലം പുറത്തു വരുമ്പോൾ, അതായത് 4 ഘട്ടങ്ങളിലാണ്, 4 ഘട്ടങ്ങളിലല്ല 4 ദിവസങ്ങളിലായിട്ടാണ് ഇവർ പ്രസിദ്ധീകരിക്കുന്നത്. ആദ്യം 35 മണ്ഡലങ്ങളിലെ ഫലം പുറത്തു വരുമ്പോൾ ഇരുമുന്നണിയും ഒപ്പത്തിനൊപ്പം എന്നാണ് പറയുന്നത്. ഇരുമുന്നണിയും ഒപ്പത്തിനൊപ്പം. LDFനും UDFനും 16 വീതം മണ്ഡലങ്ങളിൽ ജയസാധ്യത കാണിക്കുമ്പോൾ 3 കടുത്ത പോരാട്ടമാണ്. 16 സ്ഥലത്ത് LDFും 16 മണ്ഡലങ്ങളിൽ UDFും 3 മണ്ഡലങ്ങളിൽ എന്താ പറയാ, ആരാണ് മുന്നിൽ എന്ന് പറയാൻ പറ്റാത്ത അത്ര കടുത്ത ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഏത് 3 സ്ഥലത്ത് മുന്നണികൾ തമ്മിലുള്ള 3 കടുത്ത പോരാട്ടം. മുന്നണികൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം 3% താഴെ വന്നാലാണ് കടുത്ത പോരാട്ടമായി കണക്കാക്കുന്നത്. ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ ഫലം വരുന്ന 3 ദിവസങ്ങളിലായി പ്രസിദ്ധീകരിക്കുന്നു പറയുന്നു. നിലവിലുള്ള MLA-മാരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി അവർക്ക് മാർക്കും ഇടുന്നുണ്ട്. നിലവിലുള്ള MLA-മാർക്ക് മാർക്കും ഇടുന്നുണ്ട്. ഇതിനു പുറമെ മുഖ്യമന്ത്രി പദവിക്ക് ആർക്കാണ് കൂടുതൽ പിന്തുണ, സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ, ശബരിമല പോലുള്ള വിഷയങ്ങൾ ഏത് രീതിയിലാവും തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുക തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള പ്രതികരണങ്ങളും ഉണ്ടാവും. മുന്നണികൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം 3% മുകളിൽ വന്ന മണ്ഡലങ്ങളിലാണ് ജയസാധ്യത പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാട്ടോ, എങ്ങനെയൊക്കെയാണ് അവരുടെ സർവേ എന്ന്. മാതൃഭൂമിയുടെ 8ാം പേജിൽ, മാതൃഭൂമിയുടെ 8ാമത്തെ പേജിലാണ് ആ സർവേ. വളരെ ആകർഷകമായിട്ടാണ് കൊടുത്തത്. വളരെ ആകർഷകമായി ഒപ്പത്തിനൊപ്പം എന്നാ പറയുന്നത്. ഇതില് കൗതുകകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു ചോദ്യമാണ്, 3-4 ചോദ്യങ്ങളുണ്ട്. അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഏത് മുന്നണിയെയാണ് ബാധിക്കുക? ഇതൊരു ഒരു പൊട്ട ചോദ്യമല്ലേ? ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടത് ഏത് മുന്നണിയാണ് ബാധിക്കാന്ന് സഖാക്കന്മാര് മുഴുവനും എന്താ പറയാ, ജയിലിന്റെ ഉള്ളിൽ കിടന്ന് അവസാനം സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു പോയതാണ്. ആനക്കള്ളന്മാരാണ് സഖാക്കളെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്നിട്ടും ചോദിക്കുകയാണ്, ഇത് ആരെയാ ബാധിക്കുന്നത്? UDFനും BJPയാണ് ബാധിക്കുക. ഏതായാലും ജനങ്ങൾ ആ രീതിയിലാണ് ഉത്തരം പറഞ്ഞത്. അതായത് 52.09% പേർ LDFന് ബാധിക്കുന്നു പറഞ്ഞു. 52, പകുതിയിൽ കൂടുതൽ ആൾക്കാർ. പിന്നെ UDFന് ബാധിക്കുന്നത് 11.33 എന്ന് പറഞ്ഞാൽ അടിമക്കമ്മികൾ പറഞ്ഞിട്ടുണ്ടാവും, അന്തംകമ്മികൾ പറഞ്ഞിട്ടുണ്ടാവും. UDFനാണ് ബാധിക്കുക. അതായത് ഇവര് ഭരിക്കുന്ന ദേവസ്വം ബോർഡില് ഇവർ നടത്തിയ കൊള്ള, സ്വർണം ചെമ്പ് എന്നൊക്കെ എഴുതി ഇവർ നടത്തിയ കൊള്ള ഇത് SIT കണ്ടുപിടിച്ച് 4-5 നല്ല CPM നേതാക്കന്മാരെ ജയിലിനകത്താക്കി അവസാനം UDFനാണ് എന്ന് പറയുന്ന ആൾക്കാരുടെ അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കി നോക്കിയേ. അടൂർ പ്രകാശ്, ആന്റണി, അതൊക്കെയും പറയാം, KC വേണുഗോപാൽ, സോണിയാഗാന്ധി, ഇവരൊക്കെയാണ് കൊള്ള നടത്തിയത് എന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ട് അറിയോ? 11.33 അന്തംകമ്മികളുണ്ട്. BJP ആണെന്ന് പറയുന്ന 1.31 അത് എന്താ പറയാ, കടുത്ത BJP വിരോധമുള്ള ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ പറയും, ഇത് BJP ആണ് ഇതിനൊക്കെ കാരണം. അതായത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് BJP ആണ്, അതായത് തന്ത്രിയാണെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടാക്കി. പിന്നെ LDFനെയും UDFനെയോ ചില അങ്ങനെ 16% ഉണ്ട്, 2 കൂട്ടർക്കും തുല്യ പങ്കാണ് എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വളരെ ബോധപൂർവം തന്ത്രിയെ അറസ്റ്റ് ചെയ്തതും ഒരാവശ്യവുമില്ലാതെ, അല്ലെങ്കിൽ ഹൈക്കോടതി ഒന്നും പറയാതെ തന്നെ പഴയ സ്വർണ്ണക്കൊടി മരത്തിന്റെ കാര്യം അന്വേഷിച്ചതും വാഹനം വളരെ സ്വാഭാവികമായി ഇത് തന്ത്രിക്ക് പൊതുവേദിയിൽ വെച്ചിട്ട് അർഹതപ്പെട്ട തന്ത്രിക്ക് ഇത് കൊടുത്തത് എന്തോ തന്ത്രി കടത്തിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിലൊക്കെ അന്വേഷണത്തെ പരമാവധി LDFന് കോട്ടം തട്ടാതെ, അല്ലെങ്കിൽ UDF കൂടി ഇതിൽ പങ്കാളികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പിണറായി വിജയന്റെ ശ്രമം ഒരു ചെറിയ പരിധി വരെ വിജയിച്ചു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ മറ്റൊന്ന്, കേരളത്തിൽ NDA മുന്നണിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അതിനുള്ള മികച്ചത് എന്ന് പറയുന്നത് 8.73% ഉള്ളൂ, മികച്ചതാണ്. ശരാശരി എന്ന് പറയുന്നത് 29% ഉണ്ട്. അതായത് കേരളത്തില് NDAയുടെ പ്രവർത്തനം മികച്ചതാണ് എന്ന് 8%, ശരാശരിയാണ് 29 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 37% ആൾക്കാര് NDA കുഴപ്പമില്ല, BJP ഇവിടെ വരുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നത്. അതൊരു നല്ല
ഒരു ഒരു എന്താ പറയുക, BJPയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ്. പ്രതിപക്ഷം എന്ന നിലയിൽ UDFന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന്, മികച്ചത് 22%, ശരാശരി 42% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 65% ആൾക്കാർ പ്രതിപക്ഷം എന്ന നിലയിൽ UDFന്റെ പ്രവർത്തനം കൊള്ളാം എന്ന് പറയുന്നു. അടുത്തത് എന്താ പറയാ, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അതാണ്, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ വളരെ മികച്ചത് എന്ന് പറയുന്നത് എത്രയാണല്ലോ, 16%. 16.07% സംസ്ഥാന സർക്കാർ ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയ, ആരോഗ്യരംഗത്ത് തനി തോന്നിവാസം നടത്തിക്കൊണ്ടിരിക്കുന്ന, ആഭ്യന്തര രംഗത്ത് അതിനേക്കാൾ ശുദ്ധ തോന്നിവാസം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ ഭരണം നല്ലതാണെന്ന് പറയുന്ന, വളരെ മികച്ചതാണെന്ന് പറയുന്ന 16%. മികച്ചത് എന്ന് പറയുന്ന 23 ഉണ്ട്. 23 16 ഏതാണ് പകുതി ആൾക്കാർ മികച്ചത്, വളരെ മികച്ചത്. ശരാശരി എന്ന് പറയുന്നത് 28 ഉണ്ട്. എന്ന് പറഞ്ഞാൽ LDFന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഇവരുടെ സർവേ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, LDFന് 35 LDFന് സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. ശ്രദ്ധിക്കണേ, LDFന് സാധ്യതയുള്ള മണ്ഡലങ്ങൾ തളിപ്പറമ്പ്, എലത്തൂർ, തിരുവമ്പാടി, ഒറ്റപ്പാലം, മലമ്പുഴ, ചിറ്റൂർ, കുന്നംകുളം, കയ്പമംഗലം, വൈപ്പിൻ, വൈക്കം, കാഞ്ഞിരപ്പള്ളി, ചെങ്ങന്നൂർ, മാവേലിക്കര, ഇരവിപുരം, പത്തനാപുരം, വാമനപുരം. ഇനി UDFന് സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് സുൽത്താൻ ബത്തേരി, നിലമ്പൂർ, തിരൂരങ്ങാടി, തവനൂർ, തൃശൂർ, ചാലക്കുടി, പെരുമ്പാവൂർ, കുന്നത്തുനാട്, പിറവം, തൊടുപുഴ, പീരുമേട്, റാന്നി, അടൂർ, കുന്നത്തൂർ, അരുവിക്കര, തിരുവനന്തപുരം. ഇനി നല്ല കടുത്ത മത്സരം നടക്കുന്നത് മഞ്ചേശ്വരത്ത്, ഇടുക്കിയില്, നെയ്യാറ്റിൻകരയില്. മഞ്ചേശ്വരത്ത് അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രൻ ചില്ലറ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയ സ്ഥലമാണ് മഞ്ചേശ്വരം. ഇനി ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, 9 മണ്ഡലങ്ങൾ LDFിൽ നിന്ന് UDF പിടിച്ചെടുക്കുകയാണ്. ആ മണ്ഡലങ്ങൾ, അതായത് കഴിഞ്ഞ തവണ LDF ജയിക്കുകയും ഇത്തവണ UDF പിടിച്ചെടുക്കാനും സാധ്യതയുള്ള 9 മണ്ഡലങ്ങൾ. ആ 9 മണ്ഡലങ്ങളിൽ എവിടെ പോയി? ഒന്നാമത്തത് കുന്നത്തുനാട് അറിയാലോ, നമ്മുടെ ശ്രീനിജനെ പറ്റി എന്താ പറഞ്ഞാൽ അന്നേരം ഇതിന് എന്താ പറയാ, ഇതിന് കേസെടുക്കും. ഇതിന് അറിയോ, അവഹേളിച്ചു. എന്തിനാ അവഹേളിച്ചു? പട്ടികജാതി പട്ടികവർഗത്തെ അവഹേളിച്ചു എന്ന് പറഞ്ഞാണ്ട് കേസെടുക്കും. അപ്പൊ മൂപ്പരെ പറ്റി ഒന്നും മിണ്ടാൻ പാടില്ല കേട്ടോ, നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഏതായാലും ഇയാൾക്ക് എതിരെ നമ്മുടെ 2020യുടെ സാബു എം ജേക്കബിനെതിരെ നിരന്തര കേസെടുത്തത്, സാബു എം ജേക്കബ് ശ്രീനിജനെ വിമർശിച്ച അപ്പം പട്ടികജാതിക്കാരനെതിരെ ആക്രമിച്ചു, അല്ലെങ്കിൽ വിദ്വേഷം പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേസെടുക്കുക. എന്തെങ്കിലും ആവട്ടെ, അതിനുള്ള ഒരു മറുപടിയാണ് ഇത്. കുന്നത്തുനാടില് PV ശ്രീജയൻ CPM കഴിഞ്ഞ പ്രാവശ്യം 2715 വോട്ടേ ഉള്ളൂ കേട്ടോ, 2715. ശരിക്കും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം ശ്രീനിജൻ ജയിച്ചതേ അവിടെ 2020യുടെ സ്ഥാനാർത്ഥി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ആ 2020യുടെ സ്ഥാനാർത്ഥി കുറെ വോട്ടുകൾ പിടിച്ചതുകൊണ്ടാണ് സ്വാഭാവികമായും ശ്രീനിജൻ ജയിച്ചത്. ഇപ്രാവശ്യം അറിയാലോ 2020 BJPയുടെ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒക്കെ തന്നെ PV ശ്രീനിജൻ ഇപ്രാവശ്യം തോൽക്കുമെന്നാണ് പറയുന്നത്. അവിടെ UDFനാണ് സാധ്യത. ഒന്ന് കുന്നത്തുനാട് കേട്ടോ, കുന്നത്തുനാട് അപ്പോൾ LDFിൽ നിന്ന് UDF പിടിച്ചെടുക്കും. പിന്നെ രണ്ടാമത്തത് പീരുമേടാണ്. പീരുമേട് CPI-കാരനായിരുന്നു വാഴൂർ സോമൻ, അത് പ്രാവശ്യം UDF പിടിച്ചെടുക്കും പറയുന്നു. പിന്നീട് റാന്നിയില് കേരള കോൺഗ്രസ് പ്രമോദ് നാരായൺ 1285 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. ഇപ്രാവശ്യം അത് UDF പിടിച്ചെടുക്കും. പിന്നീട് അടൂര് ചിറ്റയം ഗോപകുമാർ CPI ആയിരുന്നു. ഇപ്രാവശ്യം അത് UDF പിടിച്ചെടുക്കും. അരുവിക്കരയില് CPMന്റെ G സ്റ്റീഫൻ 5046 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ളതാണ്. പക്ഷേ അതും UDF പിടിച്ചെടുക്കും എന്ന് പറയുന്നു. മറ്റൊന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ ജട്ടി മന്ത്രി ആന്റണി രാജു 7059 വോട്ടിന് ജയിച്ച തിരുവനന്തപുരം മണ്ഡലവും UDF പിടിച്ചെടുക്കുന്നതാണ് പറയുന്നത്. പിന്നീട് കുന്നത്തൂർ കോവൂർ കുഞ്ഞുമോൻ ഇടത് സ്വതന്ത്രനായിരുന്നു, അതും UDF പിടിച്ചെടുക്കും. പിന്നീട് തൃശ്ശൂർ P ബാലചന്ദ്രൻ, CPIയുടെ P ബാലചന്ദ്രൻ, ഭൂരിപക്ഷം വെറും 946 ആയിരുന്നു. അവിടെ കഴിഞ്ഞ പ്രാവശ്യം പത്മജയായിരുന്നു പരാജയപ്പെടുത്തിയത്. ഇപ്രാവശ്യം വീണ്ടും അവിടെ പത്മജ തന്നെയാണ് തൃശ്ശൂർ മത്സരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അവിടെ UDF വിജയിക്കുന്നു പറയുന്നു. പത്മജ BJP സ്ഥാനാർത്ഥിയായ പത്മജ കൊണ്ടുപോകുമോ അതോ? പക്ഷെ ഇവർ പറയുന്നത് UDF ആണെന്നാണ് പറയുന്നത്. ശരി,
കാരണം ഈ മാതൃഭൂമി സർവേയിൽ 35 സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും BJP ജയിക്കുന്നവർ പറയുന്നില്ല കേട്ടോ. പിന്നീട് മാതൃഭൂമി പറയില്ല, അത് മാതൃഭൂമി BJP ജയിക്കുന്ന മാതൃഭൂമി പറയില്ല, അറിയാലോ അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ശരി. പിന്നെ തവനൂര് നമ്മളെ ഡോക്ടർ KT ജലീൽ, നമ്മളെ ജലീൽ കാക്ക, ജലീലിന്റെ തവനൂര് ഈ പ്രാവശ്യം UDF പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം 2564 വോട്ടുകൾക്കാണ് ജലീൽ ജയിച്ചത്. അത് പ്രാവശ്യം UDF പിടിച്ചെടുക്കും. അങ്ങനെ 9 മണ്ഡലങ്ങൾ LDF-ൽ നിന്ന് UDF പിടിച്ചെടുക്കും എന്നാണ് ഈ സർവേ പറയുന്നത്. അപ്പോൾ വ്യത്യസ്തങ്ങളായ സർവേകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ സർവേയിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, LDF ജയിക്കാൻ പോകുന്നില്ല അല്ലെ. 35 മണ്ഡലങ്ങൾ ഇങ്ങോട്ട് എടുത്തപ്പം ഈ 35 മണ്ഡലങ്ങളിൽ പൊതുവായി പറഞ്ഞാൽ രണ്ടും തുല്യമാണെന്ന് പറയുന്നു. ഓക്കെ, രണ്ടും 16 LDF 16 UDF എന്ന് പറയുന്നു. പക്ഷേ ഈ 16 UDF എന്ന് പറയുന്നത് LDF എന്ന് 9 പിടിച്ചെടുത്തിട്ടാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട KT ജലീലിന്റെ തവനൂരടക്കം പിടിച്ചെടുക്കും എന്നാണ്, തൃശ്ശൂരടക്കം പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത്. BJPയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതൃഭൂമിയാണ് സർവേ നടത്തിയെന്നതുകൊണ്ട് BJPക്ക് ഒരിക്കലും മേൽക്കൈ ഉണ്ട് എന്ന് മാതൃഭൂമി പത്രം പറയില്ല. കാരണം ഈ മാതൃഭൂമി പത്രം എന്താ പറയാ, അതിന്റെ പോളിസി ഡിസൈഡ് ചെയ്യുന്നത് ഒരു പ്രത്യേക വിഭാഗക്കാരാണ്. ശരി. അപ്പൊ എന്തായാലും പിണറായി വിജയന്റെ കാര്യം ഉറപ്പിച്ചു. മൂന്നാം തവണ ഇല്ല. ഇനി നമുക്ക് കാത്തിരിക്കാം. ഇതിന്റെ മൂന്ന് ഭാഗങ്ങൾ കൂടി വരാനുണ്ട്. ഇന്ന് 35 മണ്ഡലങ്ങളെ ആയിട്ടുള്ളൂ. അതാണ് മാതൃഭൂമിയുടെ സർവേ.